കഴിഞ്ഞ LDF സർക്കാർ ശരിക്കും ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു PM ശ്രീ പദ്ധതിയുടെ. PM ശ്രീ പദ്ധതി ഒപ്പിട്ടിട്ടില്ല എന്ന് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ കൃത്യമായി തന്നെ വാർത്താസമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിച്ചു. കഴിഞ്ഞ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതാണെന്നും ഇനി ഈ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ കഴിയില്ല എന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ കക്ഷി രാജ്യത്തിന് പ്രയോജനകരമാകുന്നൊരു മാറ്റത്തിന്റെ പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുക എന്നത് അന്ധമായ വികസന വിരോധമാണ്. രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഈ പദ്ധതിയിൽ അംഗമാണ്. ഈ പദ്ധതി മൂലം സംസ്ഥാനത്ത് വളരെയേറെ പ്രയോജനമാണ് ലഭിക്കുന്നത്. എന്താണ് PM ശ്രീ പദ്ധതി എന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഒരു പ്രധാന പദ്ധതിയാണ്. രാജ്യത്തെ തിരഞ്ഞെടുത്ത സർക്കാർ സ്കൂളുകളെ മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുകയും ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020 അടിസ്ഥാനമാക്കിയുള്ള പഠനരീതികൾ നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്താകമാനം ആയിരക്കണക്കിന് സ്കൂളുകളെ ഈ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ആദ്യം തന്നെ എന്താണ് PM ശ്രീ എന്ന് നോക്കാം. PM ശ്രീ എന്നത് പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിൽ നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തെ തിരഞ്ഞെടുത്ത സർക്കാർ സ്കൂളുകളെ മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുക എന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അടിസ്ഥാനമാക്കി വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, ഡിജിറ്റൽ പഠനം പ്രോത്സാഹിപ്പിക്കുക, വിദ്യാർത്ഥികൾക്ക് ആധുനിക പഠന സൗകര്യങ്ങൾ ഒരുക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ഇതിനകം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. കേരളം ആദ്യം ഈ പദ്ധതിയോട് പൂർണ്ണമായും അനുകൂലമായിരുന്നില്ല. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ സംസ്ഥാന സർക്കാർ പ്രകടിപ്പിച്ചിരുന്നു. സ്മാർട്ട് ക്ലാസ് മുറികൾ, ഡിജിറ്റൽ ബോർഡുകൾ, ഓൺലൈൻ പഠന സംവിധാനങ്ങൾ, കമ്പ്യൂട്ടർ അധിഷ്ഠിത പഠനം എന്നിവയ്ക്ക് പദ്ധതിയിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇത് വിദ്യാർത്ഥികളെ ഭാവിയിലെ തൊഴിൽ മേഖലകൾക്ക് കൂടുതൽ സജ്ജരാക്കും. മൂന്നാമത്തെ നേട്ടം അധ്യാപക പരിശീലനമാണ്. ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വിജയത്തിൽ അധ്യാപകരുടെ പങ്ക് വളരെ വലുതാണ്. പുതിയ പഠനരീതികളും സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിനായി അധ്യാപകർക്ക് പ്രത്യേക പരിശീലന പരിപാടികൾ പദ്ധതിയുടെ ഭാഗമായി നൽകുന്നു. ഇത് പഠന നിലവാരം ഉയർത്താൻ സഹായിക്കും. നാലാമത്തെ പ്രധാന നേട്ടം നൈപുണ്യ വികസനമാണ്. പാഠപുസ്തക പഠനം മാത്രം മതിയാകില്ല. ജീവിത വിജയത്തിന് ആശയവിനിമയ ശേഷി, പ്രശ്നപരിഹാര കഴിവ്, ടീം വർക്ക്, സാങ്കേതികവിദ്യയുടെ ഉപയോഗം തുടങ്ങിയ നൈപുണ്യങ്ങൾ ആവശ്യമാണ്. ഈ മേഖലകളിൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു. അഞ്ചാമത്തെ നേട്ടം പരിസ്ഥിതി സൗഹൃദ സ്കൂളുകളാണ്. ഗ്രീൻ ക്യാമ്പസ്, സൗരോർജ്ജ ഉപയോഗം, ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം തുടങ്ങിയ ആശയങ്ങൾ പദ്ധതിയുടെ ഭാഗമാണ്. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി ബോധം വളർത്താനും ഇത് സഹായിക്കും. ആറാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നേട്ടം കേന്ദ്ര ധനസഹായമാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് അധിക കേന്ദ്ര ഫണ്ട് ലഭിക്കും. ഈ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കാം. കഴിഞ്ഞ LDF സർക്കാർ ശരിക്കും ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു PM ശ്രീ പദ്ധതിയുടെ. PM ശ്രീ പദ്ധതി ഒപ്പിട്ടിട്ടില്ല എന്ന് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ കൃത്യമായി തന്നെ വാർത്താസമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിച്ചു. കഴിഞ്ഞ സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതാണെന്നും ഇനി ഈ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ കഴിയില്ല എന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ കക്ഷി രാജ്യത്തിന് പ്രയോജനകരമാകുന്നൊരു മാറ്റത്തിന്റെ പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുക എന്നത് അന്ധമായ വികസന വിരോധമാണ്.